ക്ഷേത്ര ഉൽപ്പത്തിയുടെ കഥ പറയാം. പടുകളം ശ്രീ പെരുമാൾ മുത്തൻ തമ്പുരാൻ ക്ഷേത്രത്തിൻ്റെ കഥ. പേർ പട്ടപടുകളം എന്നാണ് വായ്മൊഴി കഥകളിൽ ഈ ക്ഷേത്രത്തിൻ്റെ പേര്. രൂഢമൂലമായ വിശ്വാസങ്ങൾ കൊണ്ടും വായ്മൊഴി കഥകൾ കൊണ്ടും ചാറ്റുപാട്ടിൻ്റെ ഈരടികൾ കൊണ്ടും സമ്പന്നമാണ് പടുകളം എന്ന ഈ മഹാക്ഷേത്രം. ചമ്പോട്ടുംപാറ പടുകളം ശ്രീ പെരുമാൾ മുത്തൻ തമ്പുരാൻ ക്ഷേത്രത്തിൽ പങ്കിനി ഉത്സവത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഐശ്വര്യപൂജ. ഗോത്രപൂജ കൊണ്ടും ഗോത്ര ആചാരങ്ങൾ കൊണ്ടും പങ്കുനി ഉത്രം പൊങ്കാല മഹോത്സവം വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടുന്ന ഒരു ക്ഷേത്രമാണ് പടുകളം ശ്രീ പെരുമാൾ മുത്തൻ തമ്പുരാൻ ക്ഷേത്രം. പങ്കുനി ഉത്രം ദിനത്തിൽ തമ്പുരാൻ്റെ നാട് ചുറ്റിൽ പ്രസിദ്ധമായ ഘോഷയാത്രയോടുകൂടി തമ്പുരാൻ ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരുന്ന മഹാ ഉത്സവമാണ്. ഉത്സവങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ക്ഷേത്ര കഥയെക്കുറിച്ച് പറയുവാൻ മറന്നുപോയില്ല. മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലത്തെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് പടുകളം എന്ന ഈ മഹാക്ഷേത്രത്തിൻ്റെ ചരിത്രം. എട്ടുവീട്ടിപ്പിള്ളമാരും മാർത്താണ്ഡവർമ്മ മഹാരാജാവും തമ്മിലുള്ള അധികാര വടംവലിയുടെയും അധികാരം കൈക്കലാക്കുന്നതിൻ്റെയും ചരിത്രവും ഈ ക്ഷേത്രകഥയിലുണ്ട്. എട്ടുവീട്ടിൽ പിള്ളമാരുടെ ഒരു ആശ്രിതനായിരുന്ന ഉലവനാദിച്ച പിള്ള കിളിയന്നി എന്ന ദേശത്ത് താമസിക്കുകയും ഈ പ്രദേശത്തിൻ്റെ ആകെ അധികാരം കൈയാളി നിന്നിരുന്ന കാലത്താണ് വന്യമൃഗ ശല്യത്തിൽ നിന്നും രക്ഷ നേടുന്നതിനുള്ള കിടങ്ങുകൾ കുഴിക്കുക എന്ന ദൗത്യം മഹാരാജാവിൽ നിന്നും ഗോത്രജനത നേടിയെടുത്തത്. മഹാരാജാവ് തിരുമനസ്സിന് ഗോത്രജനതയോടുള്ള വലിയ താല്പര്യ നിമിത്തം ഗോത്രജനതയുടെ ഏതാവശ്യവും മഹാരാജാവ് അംഗീകരിച്ചു കൊടുത്തിരുന്നു. അങ്ങനെ ഗോത്രജനത നേടിയെടുത്ത കിടങ്ങു കുഴിക്കൽ അവകാശത്താൽ ഈ പ്രദേശത്ത് അവർ കുടുംബസമേതം കുട്ടികളും മുതിർന്നവരുമായി കിടങ്ങു കുഴിക്കൽ ആരംഭിച്ചു. ഇക്കാരണത്താൽ ശുഭദനായ ഉലവനാദിച്ച പിള്ള വിതിരയ്ക്കടുത്തുള്ള വലിയ വെങ്കാട് എന്ന പ്രദേശത്ത് എത്തുകയും അവിടെ നിന്നും ഈ പ്രദേശത്തേക്ക് വന്യമൃഗങ്ങളെ ആട്ടിപ്പായിക്കുകയും ചെയ്തു. അങ്ങനെ ഗോത്രജനത പ്രാണരക്ഷാർത്ഥം ഓടുകയും വന്യമൃഗങ്ങളാൽ കൊല്ലപ്പെടുകയും ചെയ്യുന്നു. ഈ വിവരമറിഞ്ഞ മഹാരാജാവ് തിരുമനസ് ഈ ദേശത്തെത്തുകയും ഇതിന് കാരണക്കാരനായ ഉലവനാദിച്ച പിള്ളയെ വകവരുത്തുകയും ചെയ്തു. അന്ന് മഹാരാജാവ് തിരുമനസ് എടുത്ത കണക്കിൻ പ്രകാരം 101 പേർ മരണപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രദേശത്തിന് പടുകളം എന്ന നാമധേയം കിട്ടിയത്.